നമ്മളെയെല്ലാം ദൈവം കാവൽക്കാരായി കണ്ടിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെയൊക്കെ കാവൽക്കാരാക്കി വച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായമാണല്ലോ. 17 വാക്യങ്ങളുള്ള ഈ 21 അധ്യായത്തിൽ ഒരു കാവൽക്കാരനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 6 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, കർത്താവ് എന്നോട് നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. അപ്പോൾ ഈ കാവൽക്കാരൻ്റെ മുൻപിൽ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ അവനത് അറിയിക്കണം. ഇവിടെ ഈ കാവൽക്കാരൻ കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ അതീവ ശ്രദ്ധയോടെ കാവൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. അവൻ പറയുന്നു, കർത്താവെ, ഞാൻ പകൽ ഇടപെടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. പകലും രാത്രിയിലും ഒരുപോലെ കാവൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാവൽക്കാരൻ. 11 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം, അവിടെ എഴുതിയിരിക്കുന്നത് കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ അതിന് കാവൽക്കാരൻ പറയുന്നു, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നത്. അപ്പോൾ പകലും രാത്രിയും ഒരുപോലെ കാവൽ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പകൽ മാത്രം കാവൽ ചെയ്യുകയും രാത്രി കാവൽ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളിന് രാത്രി വന്നു എന്ന് പറയുവാൻ സാധിക്കത്തില്ല. അപ്പോൾ പകലും രാത്രിയിലും ഒരുപോലെ കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനെ കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ 62 അധ്യായത്തിൽ അതിൻ്റെ 6 വാക്യത്തിൽ, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഇവിടെ കാവൽക്കാരൻ യഹോവയെ എപ്പോഴും ഓർപ്പിക്കുന്നവരായിരിക്കണം. ഇനി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 3 അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 17, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു, നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുവാനാണ് ഇവിടെ കാവൽക്കാരനോട് പറയുന്നത്. ദുഷ്ടനോട്, തൻ്റെ ദുഷ്ടതയിൽ ജീവിക്കുന്ന അല്ലെ പാപത്തിൽ അകൃത്യത്തിൽ ജീവിക്കുന്ന ദുഷ്ടനോട് ഈ വചനം പറയണം. അവനെ അങ്ങനെ ആ ദുഷ്ടതയിൽ നിന്ന്, അവൻ്റെ ദുഷ്ട സ്വഭാവത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനം അവനോട് പറയണം. അതാണ് ഇവിടെ കാവൽക്കാരൻ ചെയ്യേണ്ടത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ യഹോവയായ ദൈവം കായീനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന്. അപ്പോൾ കായീൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുന്നുണ്ട്. കാവൽക്കാരനായിരുന്നു, ചേട്ടൻ അനിയൻ്റെ കാവൽക്കാരനായിരുന്നു. പക്ഷേ കാവൽ കാക്കേണ്ട ആള് ഈ അനുജനെ കൊല്ലുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഭൂമിയിൽ നിന്ന് രക്തം ദൈവത്തോട് നിലവിളിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന്. പ്രിയമുള്ളവരെ, ഈ ചുരുങ്ങിയ ഈ ചില വാക്യങ്ങളിൽ കൂടെ നമ്മൾ ഈ കേട്ടതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മളെല്ലാം ദൈവം കാവൽക്കാരായി കണ്ടിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെയൊക്കെ കാവൽക്കാരാക്കി വച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കാവൽക്കാരായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ തന്നെ കാവൽ ചെയ്യുന്നവരായിരിക്കണം. എഫെസ്യ ലേഖനത്തിൽ അതാണ് പറയുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവേൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ കാവൽ ചെയ്യുന്നവരായിരിക്കണം. പാപത്തിൽ അകപ്പെടാതെ വണ്ണം നമ്മൾ നമ്മളെ തന്നെ സ്വയം കാവൽ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ കാവൽക്കാരനാകുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള നമ്മൾ മറ്റുള്ളവർക്ക് കാവൽക്കാരനാവുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ ചുറ്റുപാടിലുള്ളവരുടെ, നമ്മുടെ സഭയിലുള്ളവരുടെ ഒക്കെയും കാവൽക്കാരാക്കി ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ അവരുടെ അകൃത്യത്തിൽ അല്ലെ പാപത്തിൽ ജീവിക്കുന്നവർ തങ്ങളുടെ അകൃത്യത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് നമ്മൾ അവരോട് ഈ ദൈവവചനം പറയുന്നവരായിരിക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് തന്നെയാണ് പറയുന്നത്. തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടൊന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ദുഷ്ടതയിൽ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയോട് നമ്മൾ അവനെ അത് ഓർപ്പിച്ച് ഉണർത്തിയാൽ, ഈ ദൈവവചനം പറഞ്ഞു കൊടുത്ത് അവനെ മാനസാന്തരത്തിലേക്ക് നടത്തിയാൽ നമ്മൾ ആളിനെ നേടി. അതല്ല എങ്കിൽ ആ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, പക്ഷേ ആ രക്തം നമ്മളോട് ചോദിക്കുവാനിടയായിത്തീരും. അതിനൊരിക്കലും ഇടയാകരുത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് ഈ ദൈവവചനം പറയുകയും അവരെ ഈ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും ഈ നാളുകളിൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോകസംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുവാണ്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കാവൽക്കാരനായിട്ട് നമ്മളെ എല്ലാവരെയും ദൈവം കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഉത്തരവാദിത്വം ശ്രദ്ധയോടെ ചെയ്യാൻ